ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീബുദ്ധനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി മേക്ക് ഇൻ ലൈഫ്? നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന്. ശ്രീബുദ്ധൻ പറഞ്ഞ മറുപടി, നമ്മൾക്ക് ധാരാളം സമയമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്നു എന്നതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നാണ്. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയുന്നതും അറിയാത്തതും അല്ലെങ്കിൽ ഓർക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, സമയം നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നു, പക്ഷേ നമുക്കതിനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. സമയം നമുക്ക് യഥേഷ്ടം കിട്ടുന്നു, പക്ഷേ അതിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. സമയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, പക്ഷേ വേണ്ടിടത്തോളം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാഴാക്കി കളയുന്ന സമയം ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാനാകില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് സമയം പാഴാക്കി കളയരുത് എന്ന്. സത്യത്തിൽ സമയത്തിനെ നമുക്ക് പാഴാക്കാൻ കഴിയുമോ? സമയം നമ്മളെയല്ലേ പാഴാക്കുന്നത്? ശരിയല്ലേ? സമയം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് പാഴാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് തരുകയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ക്ലോക്കിലെ സൂചിയെ പിടിച്ച് നിർത്താം, പക്ഷേ സമയത്തെ പിടിച്ച് നിർത്താനാകില്ല. ഇതൊക്കെ നമ്മൾ സമയത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മൾ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് നമ്മൾ സമയത്തെ അല്ല പാഴാക്കുന്നത്, സമയം നമ്മളെയാണ് പാഴാക്കുന്നത്. ഉപയോഗിക്കപ്പെടാതെ പോകുന്ന ഓരോ നിമിഷവും നമ്മളെ പാഴ്വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ എക്സാം എഴുതിയ ഒരു കുട്ടി ആ എക്സാമിൽ പരാജയപ്പെടുകയും ആ എക്സാമിൽ പരാജയപ്പെട്ടത് കാരണം ആ കുട്ടിയുടെ അധ്യയന ജീവിതത്തിൽ 1-2 വർഷം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സമയത്തെ പാഴാക്കുകയാണോ ചെയ്തത്, അതോ സമയം കുട്ടിയെ പാഴാക്കുകയാണോ ചെയ്തത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയല്ലേ? സമയം പാഴാക്കുന്നതിനെക്കുറിച്ച് സമയം നമ്മളെ പാഴാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്. വീടിനടുത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഉച്ചഭക്ഷണത്തിനായി എന്നും വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, അദ്ദേഹം വരുന്ന സമയത്ത് ഭക്ഷണം റെഡിയായി കാണില്ല. ഈ ഭക്ഷണം റെഡിയാകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഭാര്യയുമായി വഴക്കിടേണ്ടി വരുന്നു. ഇതൊരു നിത്യേനെ തുടർന്നു പോകുന്ന ഒരു കഥയായി അത് മാറുകയാണ്. അദ്ദേഹം മനസ്സുമെടുത്ത് അദ്ദേഹം ഒരിക്കലൊരു തീരുമാനമെടുത്തു. എന്താകും ആ തീരുമാനം? ഊഹിക്കാനാകുമോ? നിങ്ങളോ ഞാനോ ആണെങ്കിൽ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? കുറച്ചൊന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ മൊബൈൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണാം, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ചെറുപ്പക്കാരനെടുത്ത തീരുമാനം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു ബുക്കും പേനയും വാങ്ങി. എന്നിട്ട് ഭക്ഷണം വിളമ്പുന്നത് വരെയുള്ള സമയം അദ്ദേഹം ഓരോന്ന് ഈ ബുക്കിൽ കുറിച്ചുകൊണ്ടേയിരുന്നു. ഇത് കാലങ്ങളോളം നീണ്ടു. ഏതാനും 4-5 വർഷം കഴിഞ്ഞ സമയത്ത് ഇതൊരു കഥാപുസ്തകമായി മാറുകയും ഈ കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറുകയും ചെയ്തു എന്നതാണ് കഥ. ഈ കഥയിലെ സന്ദേശം മറ്റൊന്നുമല്ല, നമ്മൾ എന്തിനെങ്കിലും കാത്തിരിക്കുകയോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സമയം പാഴാക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്തെ എങ്ങനെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഇവിടെ ചെറുപ്പക്കാരൻ കാത്തിരുന്ന് മുഷിഞ്ഞ് എന്നതിന് പകരം, വൈഫുമായി വഴക്കടിക്കുന്നതിന് പകരം അദ്ദേഹം തീരുമാനിച്ചത് ഒരു പുസ്തകമെടുത്ത് തൻ്റെ ഉള്ളിൽ വരുന്ന ചില ആശയങ്ങൾ എഴുതിക്കൊണ്ട് അതിനെ കഥാരൂപത്തിലാക്കുക എന്നതാണ്. ഇവിടെ അദ്ദേഹം സമയത്തെ വളരെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുക എന്നതാണ് ഇവിടെ ചെയ്തത്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഇതുപോലെ എത്ര സമയമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്? എത്ര സമയം നമ്മളെ പാഴാക്കുന്നു? ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയാത്ത മിനിറ്റുകളും മണിക്കൂറുകളും ഒന്ന് എഴുതി വെച്ച് നോക്കുക. ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ആയിരിക്കും അവസ്ഥ. കാരണം അത്രമാത്രം സമയം നമ്മൾ അൺപ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് ഒരു സമയം പാഴാക്കലായി ആരും കാണരുത്. പക്ഷേ സമയത്തെ എന്തുമാത്രം സമയം നമ്മൾ അൺപ്രൊഡക്റ്റീവായി ചെലവഴിക്കുന്നു എന്നതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകുന്നത് സമയത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും കാര്യക്ഷമമായി ഉപയോഗിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും, ചിന്തിപ്പിക്കും. ഞാൻ രാംദാസ്, സൈനിങ് ഓഫ്. Thank you very much.